പക്ഷേ ഈ മുനമ്പം ജനത വി.ഡി. സതീശനെതിരെ തിരിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു കത്ത് അയച്ചിരിക്കുകയാണ് അവർ. കാരണം അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വി.ഡി. സതീശൻ അവിടെ പോവുകയും അവർക്ക് ചില ഉറപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ ഭൂമി വഖഫല്ല എന്ന് സതീശൻ പറയുകയും ചെയ്തു. പക്ഷേ അവർ പറയുന്നു കോൺഗ്രസ് പാർട്ടി, അങ്ങയുടെ പാർട്ടി ഞങ്ങൾക്കൊപ്പമല്ല. അങ്ങും അതുപോലെ തന്നെ ഈ പറയുന്ന CPM ഒക്കെ ചേർന്നുകൊണ്ട് നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കി, വഖഫ് ഭൂമികളെല്ലാം തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞൊരു പ്രമേയം പാസ്സാക്കി. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളോട് ചില ഉറപ്പുകൾ അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞു. ഇപ്പം അതൊന്നും കാണുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ വലിയ സമ്മർദ്ദമുണ്ട്. ഒരു തരത്തിലും ഞങ്ങളോടൊപ്പം നിൽക്കാത്ത ഈ രാഷ്ട്രീയ നെറുകേടാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ കത്തെഴുതിയിരിക്കുന്നു. സതീശന് കോൺഗ്രസ് പാർട്ടിക്ക് ഇതൊരു വലിയ പ്രശ്നമാകുമോ? കാരണം ക്രിസ്ത്യൻ വോട്ടാണ്. എന്താവും സ്ഥിതി? അല്ല, എല്ലാ വിഷയങ്ങളിലും വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കി പ്രവർത്തിക്കാനായിട്ട് പാടില്ല എന്ന പാഠമാണ് യഥാർത്ഥത്തിൽ ഈ മുനമ്പം വിഷയം രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നു. മുനമ്പത്തെ പ്രശ്നം എന്ന് പറയുന്നത് 600-ലധികം വരുന്നതായിട്ടുള്ള കുടുംബങ്ങളുടെ ജീവൽ പ്രശ്നം. ആ ജീവൽ പ്രശ്നത്തിൻ്റെ കാതൽ എവിടെയാണ് എന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുനമ്പത്തെ ഈ ഭൂമി എന്ന് പറയുന്നത് വഖഫ് ഭൂമിയല്ല എന്നിടത്താണ്. അത് സതീശൻ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സതീശന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് മുസ്ലിം ലീഗിൻ്റെ മുൻ മന്ത്രിയായിട്ടുള്ള മുനീർ പറഞ്ഞത് സതീശൻ പറഞ്ഞത് ശരിയല്ല എന്നാണ്. അപ്പോൾ സതീശൻ പറയണമല്ല, അല്ല മുനീർ പറയുന്നതല്ല, ഞാൻ പറയുന്നതാണ് ശരി, അത് പറയുന്നില്ല സതീശൻ. അതാണ് രാഷ്ട്രീയത്തിലെ മെയ്വഴക്കം എന്ന് പറയും. യഥാർത്ഥത്തിൽ മുനമ്പത്തെ പ്രശ്നം എന്ന് പറയുന്നത് മുനമ്പത്തെ ഭൂമി വഖഫിൻ്റെ ഭൂമിയല്ല എന്നുള്ളത് തന്നെയാണ്. ആ ഭൂമി റവന്യൂ ഭൂമിയാണ്. റവന്യൂ ഭൂമി ആയതിൻ്റെ പേരിലാണ് ആളുകൾക്കത് ക്രയവിക്രയം ചെയ്യാനും വാങ്ങാനും ഒക്കെ കഴിഞ്ഞത്. പക്ഷേ ഈ വഖഫ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനകത്തേക്ക് ആ ഭൂമിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഭൂമി അള്ളാഹുവിൻ്റെ ഭൂമിയാണ് എന്ന് വരും. അള്ളാഹുവിൻ്റെ ഭൂമിയെ ആർക്കും വിൽക്കാനും വാങ്ങാനും കഴിയില്ല, പാടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ വഖഫ് എന്ന് പറയുന്ന ഒരു ദുർഭുതം പോലെയായി മാറിത്തീരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ആ ഭൂമികൾ അങ്ങനെ ദൈവത്തിനെതിനെ ഭൂമി ആരാണ് ദൈവത്തിന് ഭൂമി എടുത്തത്? ഭൂമി ദൈവത്തിന് കൊടുത്തിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് വഖഫിൻ്റെ ഭൂമി എന്ന് പറഞ്ഞതിന് ഒരു കഥയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇനി ആരെങ്കിലുമൊക്കെ ദൈവത്തിന് ദാനം കൊടുത്ത് വഖഫ് ഭൂമിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം അതല്ല. ഈ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, ഫറൂഖ് കോളേജിന് കൊടുക്കുകയും അവരുടെ ആളുകൾ അത് കുറേശ്ശെ മുറിച്ച് ആളുകൾക്ക് കൊടുത്ത് അവരുടെ നിന്നൊക്കെ കാശ് വാങ്ങിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് അതിന് ആധാരമുണ്ടാകുകയൊക്കെ ചെയ്തത്. ഇത്ര സുവ്യക്തമായിട്ട് കിടക്കുന്ന ഈ വിഷയത്തിൽ ഹൈക്കോടതി പാതി മാത്രം കണ്ട് ഏകപക്ഷീയമായിട്ടൊരു വിധി പ്രസ്താവിച്ചതോടുകൂടിയാണ് മുനമ്പത്ത് ജീവിക്കുന്ന അത്രയും കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആധാരത്തിന് വിലയില്ലാതായത്. അല്ലെ, അവർക്ക് ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ അവരാരും കുടിയിറക്കാനൊന്നും അങ്ങനെ ചെല്ലും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അവർക്ക് എപ്പോഴും ഇത് ഒരു ഡെമോക്രസ് വാൾ പോലെ തലക്ക് മേൽ തൂങ്ങിക്കിടക്കും. മാത്രമല്ല അവർക്ക് അവരുടെ പുരയിടം വിൽക്കാൻ കഴിയില്ല, ക്രയവിക്രയം നടത്താൻ പറ്റില്ല. അതുപോലെ ക്രയവിക്രയം നടത്താത്ത ഭൂമി അതിൻ്റെ പേരിൽ ബാങ്കുകൾ അവർക്ക് ലോൺ കൊടുക്കുകയില്ല. എന്നുവെച്ചാൽ മൊത്തത്തിൽ അവരുടെ ജീവിതത്തെ അത് ഫ്രീസറിലാക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് അവരുടെ വിഷയം. അപ്പോൾ നിയമപരമായിട്ട് ഈ വിഷയം പരിഹരിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കമ്മീഷനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, ജുഡീഷ്യൽ കമ്മീഷൻ അല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാകാം അതങ്ങനെയാണ് തന്നെയാണ് പരിഹരിക്കപ്പെടേണ്ടത്. പക്ഷേ അതിൻ്റെ പിന്നിൽ എപ്പോഴും എന്തുണ്ട്, ഏത് വിഷയത്തിലും രാഷ്ട്രീയമുള്ളതിൽ ഇതിലും എന്ത് ചെയ്തു, ഒരു രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫോം ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ, പ്രത്യേകിച്ച് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ സതീശനോട് ചോദിച്ച ഒരു ചോദ്യം ഞാൻ കേട്ടത് ഇതാണ്: നിങ്ങൾ കോൺഗ്രസ്സുകാരും അതേപോലെ തന്നെ CPMകാരും രണ്ടുപേരും കൂടി വഖഫിന് അനുകൂലമായിട്ടുള്ള നിയമം ഉണ്ടാക്കി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ ആവശ്യം പ്രശ്നപരിഹാരമാണ്. അവർ പ്രശ്നം പരിഹരിച്ചാൽ അവരെങ്ങും പോകില്ല. കോൺഗ്രസ്സുകാരാണെങ്കിൽ കോൺഗ്രസ്സുകാരായിട്ട് നിൽക്കും, CPMകാരാണെങ്കിൽ CPMകാരായിട്ട് നിൽക്കും. കാരണം അവരുടെ വിഷയം എന്ന് പറയുന്നത് പരിഹരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പരിഹരിക്കുന്ന ആവശ്യമായിട്ടുള്ള സമീപനത്തിലേക്കാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോകേണ്ടത്. അല്ലാണ്ട് അവരെ വെച്ച് രാഷ്ട്രീയം ശക്തിപ്പെടുത്താനായിട്ടോ രാഷ്ട്രീയം പുഷ്ടിപ്പെടുത്താനായിട്ടോ പരിശ്രമിക്കുന്നതിൽ ഒരു കഥയുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യൻ്റെ ഏത് പ്രശ്നവും പരിഹരിക്കുമ്പോൾ പരിഹരിക്കാൻ നിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി, ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ആ രാഷ്ട്രീയ പാർട്ടിക്ക് വളർച്ചയുണ്ടാവും. അങ്ങനെയുള്ള ഈ രാജ്യത്തൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ വളർന്നിട്ടുള്ളത് മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. ഈ സതീശൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് അരമണിക്കൂറിനുള്ളിൽ തീർക്കാനുള്ള പ്രശ്നമുള്ളെന്ന് ഒരു പ്രസ്ഥാനം ഒരുക്കി അടിച്ചിറക്കി. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അത്
വെറുതെ ആളെ പറ്റിക്കാനുള്ള പ്രസ്താവനയായിട്ട് മാറുന്നത്. ഇങ്ങനെ ഗൗരവമുള്ള വിഷയങ്ങളിൽ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്താൻ പാടില്ല. പ്രസ്താവന കൊണ്ട് ഒരു മനുഷ്യനും വലുതാവുകയോ വളരുകയോ അതുപോലെ തന്നെ സ്ഥാപനവൽക്കരിക്കപ്പെടുകയോ ചെയ്യുകയില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ പുതിയ കാലത്ത് രാഷ്ട്രീയ നേതൃത്വത്തിന് ഉണ്ടാകേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലീഗിനെ, ഈ മുസ്ലിം ലീഗിനെ യാഥാർത്ഥ്യത്തിൻ്റെ, അതായത് മാഷ് പറഞ്ഞതുപോലെ ഇവരുടെ ജീവന പ്രശ്നമാണല്ലോ ഇത്, അവർക്കൊപ്പം നിൽക്കണം എന്താ തന്നെയായാലും, ഏത് പൊളിറ്റിക്സ് ആയാലും അവർക്കൊപ്പം മനുഷ്യത്വമുള്ളവരെല്ലാം നിൽക്കണം, മതമൊക്കെ മാറ്റിവെക്കാം. പക്ഷേ ലീഗിനെ, സമസ്തയെ ഒക്കെ കോൺഗ്രസ് ഭയങ്കരമായി ഭയക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിലേക്ക് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പോകുന്നില്ല. ആ ഒരു ഭാഗം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കുടുങ്ങിയത് കോൺഗ്രസ് ആണ് എന്ന് പറയാൻ. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഒരു നിലപാട്, മുസ്ലിം ലീഗ് ഇതിനകത്ത് എടുക്കേണ്ട നിലപാട് ആദ്യം അങ്ങനത്തെ ഒരു നിലപാട് എടുത്തിരുന്നു എന്നെനിക്ക് തോന്നുന്നു പ്രസ്താവനയിലേക്ക്. ഇവരെ ഇവരുടെ ഒപ്പം നിൽക്കുന്നൊക്കെ. പക്ഷേ ഇപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ സമസ്തയൊക്കെ കയറി ഇടപെട്ട് ഇത് അള്ളാഹുവിൻ്റെ ഭൂമിയാണ്, അത് അന്യാധീനപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അടിയളയി. കാരണം വെച്ചാൽ ഇത് അള്ളാഹു ആണുള്ള പ്രശ്നം, ഇവരുടെയൊക്കെ ജനങ്ങളല്ല. അതാണുള്ള പ്രശ്നം. ജനങ്ങളുടെ പ്രശ്നം എന്ന നിലക്ക് അത് അവരെ ഏറ്റെടുക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യണം. കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഈ പണം കൊടുത്ത് അവർ വാങ്ങിയ ഭൂമിയാണത്. അങ്ങനെയുള്ളൊരു ഭൂമി ആണ് എന്നുള്ളത് എന്തുകൊണ്ട് ഇവർ കാണുന്നില്ല? അങ്ങനെ കണ്ട പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയാൽ മാത്രമല്ലേ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ അതിനൊരിക്കലും അവർ പരിശ്രമിക്കാതിരിക്കുന്ന സമയത്ത് ജനങ്ങൾ സ്വാഭാവികമായിട്ട് അവർക്കെതിരെയാണ്. അപ്പോൾ അവർ ആരാണ് അനുകൂലിക്കുന്നത്? BJP അനുകൂലിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ അവർ BJPക്കാരായി മാറി എന്നിരിക്കും. അത് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും റിസൾട്ടുകളുടെ, ഫലങ്ങളുടെ ഒരു ഖനിയാണ് ശരിക്കും. അതെ, ഫലമുണ്ടാക്കി കൊടുക്കുന്നവരുടെ കൂടെ ആയിരിക്കും സാധാരണ ആളുകൾ പോവുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വിഷയം അതിനകത്ത് വളരെ രൂക്ഷമായിട്ട് വളർന്നു വരികയും ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയമായിട്ട് പോലും വികസിക്കാൻ സാധിക്കുകയും അതേപോലെ തന്നെ മുസ്ലിം വിരുദ്ധതയിലേക്ക് ക്രിസ്ത്യാനികളെ കൂടി കൊണ്ടുവന്ന് ഹിന്ദുക്കളുടെയും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെയും ഒരു ഐക്യം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്ന വേറെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയം വളർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയം അത് നല്ല രാഷ്ട്രീയമല്ല എന്ന് കരുതുന്ന ആളുകളുടെ ജോലി എന്താണ്? ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കലേണ്ട്. അത് പരിഹരിക്കാതെ അവരവിടെ ഇവിടെയൊക്കെ നടന്നു കഴിഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് എന്തായാലും ഒരു കാര്യമില്ല. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് അവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ കൂടെ അവരങ്ങ് പോകും. അതാണ് സാധാരണ സംഭവിക്കുന്നത്. മുൻപത്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. അത് വർഗീയതയാണെങ്കിൽ വർഗീയതയുടെ ആളുകൾ പോകും. നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രാഷ്ട്രീയ പ്രസ്ഥാനം ശരിയായിട്ടുള്ള രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ ഈ വിഷയം അടിയന്തരമായിട്ട് അവർക്ക് പരിഹരിക്കാനായിട്ട് കഴിയും. വഖഫ് ഭൂമികളുടെ പ്രശ്നം നമ്മളുടെ ഇവിടുത്തെ മുൻപത്തെ പ്രശ്നമല്ലത്. മുനമ്പത്തുള്ള ഭൂമിയുടെ പ്രശ്നമാണ്. ആ പ്രശ്നം എന്ന് പറയുന്നത് വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ്. അത് സതീശൻ പറഞ്ഞത് ശരിയുമാണ്. അതിനു വേണ്ടി നിൽക്കുകയും വഖഫ് ഭൂമി അല്ലാത്തതായിട്ടുള്ള ആ ഭൂമിയുടെ പേരിൽ വഖഫ് നടത്തിയ ഒരു അവകാശവാദം, ആ അവകാശവാദം അവർ വീക്ഷിക്കണം. അതാണ് ഈ പ്രശ്ന പരിഹാരത്തിനുള്ള ഏക മാർഗം. കോടതിക്ക് പുറത്ത് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയണം എങ്കിൽ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, ഇത് വഖഫ് ഭൂമിയാണെന്നുള്ള ഞങ്ങളുടെ അവകാശവാദം. വഖഫ് ബോർഡ് അങ്ങനെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. അതിൻ്റെ സംരക്ഷണ സമിതിക്കാരെന്ന് പറഞ്ഞ കുറേ ആളുകളാണ് ആ വാദം ഉയർത്തി കോടതിയിലേക്ക് പോവുകയും കോടതി അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി പ്രസ്താവിക്കുകയും ചെയ്തു. അങ്ങനെ കോടതി രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ഒരുപാട് ഇത്തരത്തിലുള്ള വിധികൾ ഇടക്കിടക്ക് പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു സാധനമാണ്, അങ്ങനെ പടച്ചു വിട്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് മുനമ്പം പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതിയാണ് അതിലെ പ്രധാനപ്പെട്ട പ്രതി. മാഷെ അവസാനിപ്പിക്കും ഒറ്റ കാര്യം, അതായത് മാഷെ പറഞ്ഞ് നിർത്തിയെടുത്ത് ഈ പ്രശ്നം അവസാനിപ്പിക്കുക, ഇത് വഖഫിൻ്റെതല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. പക്ഷെ അവിടെ ഈ പറയുന്ന പോലെ ഈ വിഷയം വഖഫ് ട്രൈബ്യൂണലിൽ എത്തിയിട്ടുണ്ട്, ട്രൈബ്യൂണലിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പീൽ കൊടുത്തപ്പോൾ വഖഫ് ബോർഡ് അവിടെ നിലപാടെടുക്കുന്നത് ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, വഖഫിൻ്റെ ഭൂമിയാണ്, ഹൈക്കോടതി വിധിയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന ഫറൂഖ് കോളേജിന് വേണ്ടിയിട്ടും ഇവർക്ക് കൈമാറ്റം ചെയ്ത ആ സേട്ടു അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടും അഭിഭാഷകർ അവിടെ ഹാജരായിട്ടുണ്ട്. അതുപോലെ തന്നെ മുനമ്പം നിവാസികൾക്ക് വേണ്ടിയും അഭിഭാഷകർ ഹാജരായി. ഇതിൻ്റെ കാര്യങ്ങൾ അവിടെ വഖഫ് ട്രൈബ്യൂണലിൽ വാദം നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോടായിരുന്നു സിറ്റിംഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ആ ഒരു വാദഗതിയിൽ ഇതിൻ്റെ നിജസ്ഥിതി അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ വഖഫ് ട്രൈബ്യൂണലിൽ നിന്ന് ഇതൊരു വഖഫ് ഭൂമിയല്ല എന്നൊരു വിധി വരികയാണെങ്കിൽ അതോടുകൂടി ഈ ഒരു മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടും അല്ലേ? അല്ല, വഖഫ് ഭൂമിയല്ല എന്ന് ട്രൈബ്യൂണൽ പറഞ്ഞതിൻ്റെ ഈ പ്രശ്നം അവസാനിക്കാവുന്നേ ഉള്ളൂ. അത് പക്ഷേ വരുമോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇതിൻ്റെയൊക്കെ സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ അവരുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ നമ്മളതിനെ
മനോഹരമായ പേര് കൊടുക്കുക ആത്മനിഷ്ഠത. ആ ആത്മനിഷ്ഠത അതിനകത്ത് പ്രധാനപ്പെട്ടാണ്. ആത്മനിഷ്ഠതയ്ക്ക് പകരം അവർ വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. അതിന് അവരുടെ വിധി തന്നെ ആവശ്യമാണ്. ഇത് വഖഫിൻ്റെ ഭൂമിയല്ല എന്നുള്ളത് വഖഫിൻ്റെ ട്രിബ്യൂണൽ പറയണം എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ നിയമപരമായിട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരവും. കാരണം ആ കടലാസ് കൊണ്ട് ഹൈക്കോടതിയിൽ കൊടുത്ത് ഹൈക്കോടതിയുടെ വിധി അതെ തീർച്ചയായും തിരുത്തുക. വിധി തിരുത്തേണ്ട രക്ഷയില്ല. ആ വിധി എന്നും നിലനിന്ന് അവരും പറയുന്നതാണ്. ഹൈക്കോടതി പറയുകയില്ല ഇത് ഈ ജഡ്ജി ആരാണ് അതൊക്കെ ചുമതലപ്പെടുത്തിയത്? ഇത് വഖഫിൻ്റെ ഭൂമിയാണെന്ന് പറയാനായിട്ട് അയാളെ ചുമതലപ്പെടുത്തിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിലൊരു വഖഫ് എന്നുള്ള ഒരു വാക്ക് അതുണ്ടാവും. വഖഫ് എന്ന് പറയുന്ന വാക്ക് പഴയ ആധാരങ്ങളിൽ പല സ്ഥലത്തും കാണാം. പക്ഷേ അതുകൊണ്ട് വഖഫ് ഭൂമി ആകണമെന്നില്ല എന്ന ഒരു കോമൺ സെൻസ് ആ ജഡ്ജി പുലർത്തിയിരുന്നെങ്കിൽ അയാൾ ഒരു പരിശോധന നടത്തുമായിരുന്നു ഈ വിഷയം. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് വരില്ലായിരുന്നു. അത് വന്നതിൻ്റെ പേരിൽ വലിയ കുഴപ്പത്തിലായി കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം. തീർച്ചയായും.